ഹായ് ഹലോ. ഇന്ന് നമ്മൾ പുതിയ കേക്ക് ഡെക്കറേഷൻസ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത് 1.5 കിലോ വെയിറ്റ് വരുന്ന റെഡ് വെൽവെറ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ 7 ഇഞ്ചിലാണ് ബേക്ക് ചെയ്തിട്ടുള്ളത്. 6 എഗ്ഗിൻ്റെ ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഞാനൊരു 7 ഇഞ്ചിന് 2 പാനിലാണ് കേട്ടോ ബേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടോട്ടൽ 6 ലെയർ കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊരു കസ്റ്റമൈസ്ഡ് കേക്കാണ് കേട്ടോ. അപ്പോൾ കസ്റ്റമർക്ക് നല്ല റെഡ് കളറിലുള്ളൊരു കേക്കാണ് വേണ്ടത്. അപ്പോൾ നല്ല അത്യാവശ്യം കളർ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഡെലിവറിയുടെ തൊട്ട് മുന്നെയാണ് ഈ ഒരു ചെയ്യണത്. കാരണം ഓൾറെഡി നമ്മൾ ലൈറ്റ് കളർ വെച്ചിട്ട് ഫൈനൽ ഫ്രോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൈറ്റ് കളറിൽ നല്ല തിക്കൊന്നുമില്ല, തിന്നായിട്ടേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ആ കൊണ്ടുപോകുന്നതിന് കുറച്ച് മുന്നെയാണ് കേട്ടോ ചെയ്യണത്. ഇല്ലെങ്കിൽ അത് ഉള്ളിലേക്ക് അബ്സോർബായി പോവും. അപ്പോൾ കസ്റ്റമർക്ക് ഇത്രയും കളർ വേണമെന്ന് നിർബന്ധം പിടിച്ചുകൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മളിത് ചെയ്യണത്. അപ്പോൾ ഈ ഒരു കേക്ക് ഒരു റേസിംഗ് കാർ തീമിലുള്ള ഒരു തീമാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു റോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ റോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ഫോണ്ടൻറ്റ് നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു പാക്ക് ഫുള്ള്. അപ്പോൾ പിന്നെ എനിക്ക് കിട്ടാൻ വേറെ ഒരു വഴി ഉണ്ടായിരുന്നില്ല, ഷോപ്പിൽ പോകാൻ ആളുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ചോക്ലേറ്റ് ഗനാഷ് യൂസ് ചെയ്തിട്ട് ഡാർക്ക് ചോക്ലേറ്റ് യൂസ് ചെയ്തുള്ള ഗനാഷ് വെച്ച് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനതൊന്ന് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ 2 പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് ഞാനൊന്ന് റൗണ്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് റോഡ് പോലെ ഒരു റൗണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് യൂസ് ചെയ്തിട്ടാണ് അത് സെറ്റ് ചെയ്യണത്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റൗണ്ടിൽ നിന്ന് കുറച്ച് മാറിയിട്ടുണ്ട്, എന്നാലും നമുക്ക് ആ ഒരു ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്കുള്ള പ്രിൻ്റ് വന്നിട്ട് ലേസർ പ്രിൻ്റാണ് കേട്ടോ. ഓൾറെഡി ഞാൻ പ്രിൻ്റ് എടുക്കുമ്പോൾ അതുവരെ നല്ല കട്ടിക്കുള്ള പ്രിൻ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ടി കുറഞ്ഞ പ്രിൻ്റ് എടുക്കാൻ പറ്റും, അതിന് റേറ്റ് കുറവാണ്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. കട്ടി കുറഞ്ഞു കഴിഞ്ഞാൽ താഴെ സെല്ലോ ടാപ്പ് കൊടുക്കണം എന്നുള്ളത് എനിക്ക് ഫസ്റ്റ് അറിയില്ലായിരുന്നു കേട്ടോ. സത്യമായിട്ട് ഈ ഒരു കേക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ ഈ പ്രിൻ്റ് ഫസ്റ്റ് എടുക്കുന്നത്. അതുവരെയും കട്ടിയുള്ളത് ചെയ്തതുകൊണ്ട് താഴെ ഞാൻ അങ്ങനെ ടാപ്പ് ഒന്നും കൊടുത്തിട്ടില്ല. ഈ ഒരു കേക്കിലാണ് എനിക്ക് ഒരു ഫോൾട്ട് പറ്റിയത്. അപ്പോൾ ഇത് ഒന്നാമത് ഡാർക്ക് കളറുള്ള ക്രീം, അതിൻ്റെ താഴെ ഈ കൊടുക്കുന്ന പ്രിൻ്റ് ആണെങ്കിൽ അത്യാവശ്യം കട്ടിയില്ലാത്ത പ്രിൻ്റും. അപ്പോൾ കസ്റ്റമർക്ക് ഞാൻ ചെയ്ത് കൊടുത്തതൊക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ അവിടെ എത്തി അവർ കട്ട് ചെയ്യുന്ന ടൈമൊക്കെ ആയപ്പോക്കിന് ഇതിൻ്റെ ഈ ഒരു ഡാർക്ക് കളർ, ഈ ഒരു റെഡ് കളർ ഈ ഒരു താഴെയുള്ള ആ ഒരു പേപ്പറിലൊക്കെ നല്ലോണം അബ്സോർബ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് എന്താ പറയുക, ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒന്നല്ലായിരുന്നു, ഒരു റെഡ് കളറിൽ മിക്സ് ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എനിക്ക് പറ്റിയൊരു ഫോൾട്ടായിരുന്നു. ഞാൻ ഫസ്റ്റാണ് ഇങ്ങനൊരു പ്രിൻ്റ് എടുത്തത്, എനിക്കറിയില്ലായിരുന്നു. പിന്നെ കസ്റ്റമർ അയച്ചു തന്നപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. പിന്നെ ഞാനൊക്കെ ടാപ്പ് ചുറ്റാറുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് ഈ ഒരു സ്പൈഡർമാൻ തീം കേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്, 7 ഇഞ്ചിലാണ് കേട്ടോ ബേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബ്ലൂ കളറിൽ റോയൽ ബ്ലൂ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അത് യൂസ് ചെയ്തപ്പോൾ അത്യാവശ്യം കളർ ഇങ്ങനെ തലേന്ന് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു കേക്ക്. അപ്പോൾ ഇതിൻ്റെ മോഡലൊന്നും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല, സിമ്പിളായിട്ട് ചെയ്താൽ മതി എന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ നമുക്ക് സ്പൈഡർമാന് അവർ ടോയ് വെക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഫുള്ള് പ്രിൻ്റ് ആക്കാമെന്ന് വിചാരിച്ചു. പ്രിൻ്റ് നമ്മളെടുത്തിട്ട് ഇതൊക്കെ ഓൾറെഡി നമ്മൾ എടുത്തതാണ് കേട്ടോ, ഇങ്ങനെ ഓർഡർ വരുമ്പോൾ എടുത്തതല്ല. നമുക്ക് പ്രിൻ്റ് എടുക്കുന്ന ടൈമിൽ ഒരു പിക്കാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ സ്പേസ് ഉണ്ടാവും നമുക്ക്. അപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഏകദേശം വരുന്ന ക്യാരക്ടേഴ്സിനൊക്കെ നമ്മൾ പ്രിൻ്റ് എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ സൈസൊന്നും ചിലപ്പോൾ കറക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് കേക്കിന് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ. 4 എന്നുള്ളത് മാത്രമാണ് നമ്മളടുത്ത് പ്രിൻ്റ് ഇല്ലാതിരുന്നത്, ബാക്കിയൊക്കെ നമ്മളടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ള വെബാണ് നമ്മൾ വരച്ച് കൊടുത്തിട്ടുള്ളത്. ചോക്ലേറ്റ് ഗനാഷ് നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു കേക്ക് നമ്മൾ സ്ഥിരം കസ്റ്റമർക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് മുന്നേ ചെയ്ത കേക്കുകളാണ് കേട്ടോ ഇതെല്ലാം. വീഡിയോ ഞാൻ ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ലോങ് വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അത്യാവശ്യം മുന്നേ ചെയ്ത കേക്കുകളാണ് കേട്ടോ എല്ലാം. അപ്പോൾ ഈ ഒരു കേക്ക്, ഈ ഒരു മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ മുതൽ എല്ലാ കേക്കും നമുക്ക് തന്നെയാണ് കേട്ടോ. എല്ലാ വർഷവും നമുക്ക് ഓർഡർ കിട്ടാറുണ്ട്. അവരെ ആനിവേഴ്സറി ആയാലും എല്ലാവരുടെ ബർത്ത്ഡേക്കുള്ള ഓർഡേഴ്സൊക്കെ നമുക്ക് തന്നെയാണ് കേട്ടോ തരാറുള്ളത്.
അപ്പോൾ നമ്മൾ അതെനിക്ക് റെഡ് സ്റ്റാറൊക്കെ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഈ ഒരു കേക്ക് കസ്റ്റമർ ഇവിടെ വന്ന് മേടിച്ച് കൊണ്ടുപോയിക്കാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് നെക്സ്റ്റ് ആ ഒരു ഫസ്റ്റ് കേക്കിൻ്റെ കൂടെ കൊടുക്കാനുള്ളൊരു കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ആ റേസിംഗ് കാർ തീമിൻ കേക്ക് ഉണ്ടല്ലോ, അവർക്ക് തന്നെയാണ് ഈ ഒരു കേക്ക്. പക്ഷേ ഇതെൻ്റെ ഫ്രണ്ട് സർപ്രൈസായിട്ട് അവൾ ഓർഡർ ചെയ്തതാണ് കേട്ടോ, അവർക്ക് അറിയില്ല. അപ്പോൾ ഒരു ചോക്ലേറ്റ് കേക്കാണ് നമുക്ക് ഓർഡർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് മോഡലൊന്നും അവളങ്ങനെ ചൂസ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, നമ്മളെ ഇഷ്ടത്തിന് ഒരു മോഡൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് ഡ്രിപ്പാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ചോക്ലേറ്റ് ഒരുപാട് ചോക്ലേറ്റൊക്കെ വെച്ചിട്ട് സംഭവം അടിപൊളിയാക്കാമെന്ന് ഉദ്ദേശിച്ചിട്ട് ഞാൻ പല ടൈപ്പിലുള്ള ചോക്ലേറ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോക്ലേറ്റ് മുകളിലും സൈഡിലായിട്ട് ഡ്രിപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്കൊക്കെ ഇങ്ങനത്തെ കേക്കിൻ്റെ ഓർഡേഴ്സ് വരുമ്പോൾ എങ്ങനെ എത്ര റേറ്റ് എന്നൊക്കെ നമ്മളടുത്ത് ചോദിക്കാറുണ്ട് കേട്ടോ കസ്റ്റമേഴ്സ്. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യുമ്പോൾ ഈ കേക്കിൽ സത്യത്തിൽ പല ചോക്ലേറ്റ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാ പാക്കിൽ നിന്നും ഓരോരോ ചോക്ലേറ്റാണ് കേട്ടോ എടുക്കുന്നത്, 1-2 ചോക്ലേറ്റേ എടുക്കുന്നുള്ളൂ. പക്ഷേങ്കിൽ നമ്മൾ ഒരുപാട് പാക്കറ്റ് മേടിക്കുന്നുണ്ട് കേട്ടോ. കസ്റ്റമർക്ക് നോക്കുമ്പോൾ ഓരോ പാക്കിൽ നിന്നും 1-2 മാത്രമേ അവരെ കേക്കിലുള്ളെങ്കിൽ കൂടി നമ്മൾ മേടിക്കുമ്പോൾ നമുക്ക് ഈ 1-2 ചോക്ലേറ്റ് ഒന്നും നമുക്ക് കിട്ടില്ലല്ലോ. നമുക്കൊരു ഫുൾ പാക്ക്, ഞാൻ ഒരു 5 ഐറ്റം ചോക്ലേറ്റ് കേക്കിൻ്റെ മുകളിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ 5 പാക്ക് ചോക്ലേറ്റ് മേടിക്കണമല്ലോ, എന്നാലല്ലേ നമുക്കതിൽ വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ കസ്റ്റമേഴ്സിന് നമുക്ക് ആ ഒരു പാക്ക് ഫുള്ളൊന്നും വെക്കണില്ല, 1-2 മാത്രമേ നമ്മൾ അതിൽ യൂസ് ചെയ്യണുള്ളൂ. ഇപ്പോൾ ഇതിൽ നമ്മൾ ഓറിയോ യൂസ് ചെയ്തിട്ടുണ്ട്, ഓറിയോയുടെ ഒരു പാക്ക് മേടിക്കണം. പക്ഷേ അതിൽ നമ്മൾ 2 ഓറിയോ ബിസ്ക്കറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇപ്പോൾ വാഫിൾ യൂസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു പാക്ക് മേടിക്കണം. ഇതിലും അത് 1-2 മാത്രമേ വെച്ചിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ മേടിക്കുമ്പോൾ നമുക്ക് പാക്ക് ഫുള്ളി മേടിക്കണം. പക്ഷേ കസ്റ്റമേഴ്സിന് നമുക്ക് ശരിക്കും 1-2 മാത്രമേ ആവശ്യം ഉണ്ടാവുള്ളൂ. പക്ഷേ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് റേറ്റ് പറയുമ്പോൾ അവർ ചോദിക്കും എന്താ ഇത്ര അതെന്താ കുറച്ച് ചോക്ലേറ്റ് അല്ലേ വെച്ചിട്ടുള്ളൂ എന്ന് ചോദിക്കും. പക്ഷേ വെക്കണത് കുറച്ചാണെങ്കിൽ കൂടിയും നമ്മൾ ഫുള്ള് വലിയ പാക്ക് മേടിച്ചാൽ മാത്രമല്ലേ കിട്ടുള്ളൂ. നമുക്കിപ്പോൾ ചോക്ലേറ്റ് എത്ര മേടിച്ചാലും ചിലവാകും കൂടി, പക്ഷേ നമുക്കത് കാര്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ കേക്ക് ചെയ്യണതിൻ്റെ ഇടയിൽ കറണ്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കത് ഇടയ്ക്ക് വെച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഹോം ബേക്കേഴ്സിൻ്റെയൊക്കെ അവസ്ഥ. നമ്മൾ മക്കൾ കഴിക്കുമെങ്കിൽ കൂടി നമുക്കതൊരു നഷ്ടമാണ് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.